എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടില്ല, നമ്മളെ നാട്ടിലാണ്. ഇന്ന് സൺഡേ, നമ്മൾ ഫ്രീ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളെ മഴ പെയ്തിട്ട് നമ്മളെ നാട്ടിലൊക്കെ തോട്ടിലൊക്കെ വെള്ളമായിട്ടുണ്ട്, നല്ല മീൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂണ്ടലിടാനുള്ള പരിപാടിയാണ്. എന്നോടൊപ്പം അതാ നമ്മളെ സുബ്രഹ്മണ്യനുണ്ട്, നമ്മളെ മുസ്തഫ ഉണ്ട്, പിന്നെ നമ്മളെ ബൈജു ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ ചൂണ്ടലിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചൂണ്ടൽ 2 ഇവിടെ സെറ്റാണ്. നമുക്ക് ഇര കിട്ടിയിട്ടില്ല. അപ്പോൾ ഇര ഒപ്പിച്ചിട്ട് നമ്മളിതാ ചൂണ്ടലിടാൻ പോവാണ്. നല്ല തോട്ടിൽ നോക്കിയിട്ട് നല്ല മീൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ചൂണ്ടൽ ഇടൽ പ്രക്രിയയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. നമ്മൾ മൈദയാണ് കേട്ടോ അതിന് ഇരയായിട്ട് ഉപയോഗിക്കുന്നത്. മണ്ണീരൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നായിട്ട് മാന്തണം. ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ മൈദ കുറച്ച് കുഴമ്പാക്കിയിട്ട് ചൂണ്ടലിട്ടിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂണ്ടലിടുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളെ സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഗ്രാമം. അതിസുന്ദരമായ പ്രകൃതി ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്കൊക്കെ അത് നല്ല ഭംഗി തന്നെയാണ്. പിന്നെ നല്ലൊരു തോടാണ്. ഈ തോടൊക്കെ ഈ മതിലൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ മഴ പെയ്ത് വെള്ളം ഒഴുകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കച്ചറകൾ ഇതിൽ ഒഴുകി പോകുന്നുണ്ട്. കണ്ട, വെള്ളത്തിന് ചെറിയ പത ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇത് ഫസ്റ്റത്തെ ഒന്ന് ഒഴുകിപ്പോയാൽ പിന്നെ വെള്ളം ക്ലിയർ ആകും. അതേപോലെ തന്നെ അതായത് ഇവിടുന്ന് ഇങ്ങനെ വരുന്ന തോടാണ്. ആ കാണുന്നതാണ് നമ്മളെ മെയിൻ റോഡ് വരുന്നത്. നമ്മളെ വണ്ടിയൊക്കെ വെച്ചത് അവിടെയാണ്. നമ്മൾ ചായ കുടിക്കണ കടയാണ് ആ കാണുന്നത്. ഇങ്ങനെയാണ് നമ്മളെ ഗ്രാമം. അപ്പോൾ ഈ തോട്ടിലാണ് നമ്മൾ ചൂണ്ടലിടാൻ പോകുന്നത്. ചൂണ്ടൽ 2 ഇവിടെ സെറ്റാണ്. ഇത് ആദ്യം നമ്മളെ സുബ്രഹ്മണ്യൻ്റെ കുട്ടിയാണ്. ഒരു ആയി കൊടുത്താ ടാറ്റ കൊടുക്ക്. ഈ ചൂണ്ടലിട്ടുണ്ടാ? ഈ ചൂണ്ടലിട്ടുണ്ടാ? ചൂണ്ടലിടാ. അപ്പോൾ ഇതാണ് നമ്മളെ ചൂണ്ടൽ വരുന്നത്. ഈ 2 ചൂണ്ടലാണുള്ളത്. നമ്മളെ നിസാം വരുന്നുണ്ട്. നിസാം നമ്മളെ മൈദ വാങ്ങാൻ പോയതാണ്. നമ്മളെ ഇര പോക്കാൻ വേണ്ടി മൈദ. നിസാമിൻ്റെ കയ്യിൽ മൈദയാണുള്ളത്. മൈദ കുഴമ്പ് രൂപത്തിലാക്കി നമ്മളപ്പുറത്ത് നമ്മളെ കുഞ്ഞുട്ടിൻ്റെ ഹോട്ടലുണ്ട്, അവിടുന്ന് കുറച്ച് മൈദയും വാങ്ങിയിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ചൂണ്ടൽ ഇട്ട് നോക്കാം. എന്താവും എന്നുള്ളത് പറയാൻ പറ്റൂല. ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ 1-2 മീനെ കിട്ടും. ഇരാന്ന് പറഞ്ഞാൽ മൈദ കുഴച്ചത് ഇവിടെ എത്തിയിട്ടുണ്ട്. നിസാം അവിടുന്ന് അപ്പുറത്തുനിന്ന് കൂടുന്നതാണ്. ഇത് നമ്മൾ ഇതിൽ കോത്തിട്ട് എങ്ങനെയാണ് ഈ മൈദ ഞാൻ ഇതുവരെ ചൂണ്ടലിട്ടിട്ടില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിലിട്ടാട്ടോ മണ്ണീര കോത്തിട്ടാണ് നമ്മളൊക്കെ ചൂണ്ടലിട്ട്. ഇപ്പം മണ്ണീര എടുക്കാനും മണ്ണീര കാണാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. കാരണം ഇപ്പം അതിനൊന്നും ആർക്കും സമയമില്ല. അപ്പോൾ നമ്മൾ ന്യൂജൻ ചൂണ്ടയിടൽ. ഇതേപോലെ നമുക്ക് റെഡിമെയ്ഡ് ഇര നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോടാ നിസാമേ? റെഡിമെയ്ഡ് ഇര വാങ്ങാൻ കിട്ടൂല. ഒരു കടയിൽ നിന്ന് ചൂണ്ടലൊക്കെ വാങ്ങുന്ന കടയിൽ നിന്ന് അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാധനം കിട്ടും. അതൊക്കെയാണ് വലിയ ചൂണ്ടലിടുന്ന ആളുകളൊക്കെ അത് ചെറുതാക്കി അത്ര വയറ്റത്ത് വേണ്ട, ചെറുതാക്കി ഒറ്റ പിടിക്കില്ലടാ. അത് വള്ളത്തിലിടുമ്പോ കഴിഞ്ഞിട്ടില്ല. ചൂണ്ടലിൽ നമ്മളെ ഇര ആക്കിയിട്ടുണ്ട്. ഇര എന്ന് പറഞ്ഞാൽ മൈദ. അപ്പോൾ നമ്മൾ ഇടാൻ പോവാണ്. അപ്പോൾ നേരെ വാ, ക്യാമറ എൻ്റെയോടൊപ്പം ചൂണ്ടലിനൊപ്പം വെള്ളത്തിൽ ചാടുന്ന ശ്രീനിവാസം പറഞ്ഞാൽ നമ്മളിവിടെ ഇട്ട് നോക്കുന്നുണ്ട്. കുറച്ചും കൂടെ മുകളിൽ പിന്നെ ആരിലെ പിടിക്കാൻ പോണ്. അതല്ല, നമ്മൾ ചൂണ്ടലിടാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഒറ്റ മീന് പോലും നമ്മൾ കണ്ടതുമില്ല, അധികം കൊത്തണമില്ല. ശരിക്കും മീൻ കൊത്തുമ്പോൾ നമുക്ക് ഈ ഈർമ്പത്തിനൊരു ഇത് വരും, ഒരു വലിവ് വരും. ചേട്ടാ എന്തിട്ടാലും ഇതിന് മീൻ ഒരു രക്ഷയില്ല. കുറേ നേരം ഇരുന്ന് നോക്കി. ഈ മൈദ മീൻ കൊത്തി തിന്നല്ലാതെ ആകെ കുറഞ്ഞ മീനേ ഉള്ളൂ, നമുക്ക് കിട്ടിയില്ല. ഇനി നമ്മൾ ലൊക്കേഷൻ മാറ്റി പിടിക്കണം. പക്ഷേ നല്ല മഴ വരുന്നുണ്ട്. കാർമേഘങ്ങളൊക്കെ ഇരുണ്ട് തുടങ്ങി, സമയം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇനി നല്ല ക്ലൈമറ്റ് ആണ്. മീൻ പിടിക്കൽ ഇനി നടക്കുമെന്നുള്ള അറിയില്ല. എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുസ്തഫ കാര്യത്തിലാണ്. മുസ്തഫയ്ക്ക് 1-2 ചാൻസ് കിട്ടി. പക്ഷേ ഇപ്പോൾ അതേപോലെ ചാൻസ് കിട്ടി, പക്ഷേ നമുക്ക് വലിക്കാൻ പറ്റില്ല. എന്തായാലും 1 more ട്രൈ. ഒരു രക്ഷയില്ല, ഒന്നും കിട്ടിയില്ല. ഞങ്ങളിതാ ചൂണ്ടലൊക്കെ എടുത്തിട്ട് പിന്നെ മാത്രമല്ല നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചൂണ്ടലൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ചു പോവുകയാണ്. ഇനി എന്താ അടുത്ത പ്ലാൻ എന്നുള്ളത് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചൂണ്ടയിടൽ ഉപേക്ഷിച്ചു. നല്ല മഴ വരുന്നുണ്ട്. ഞങ്ങൾ വണ്ടി കയറി. ഇനി എന്താണ് നമ്മളൊരു നാടൻ പഴം തിന്ന്. അപ്പോൾ ചൂണ്ടയിടൽ നമുക്ക് അടുത്തൊരു ദിവസമാക്കാമെന്ന് നമ്മൾ വിചാരിക്കണേ. കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ, ഞാനൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും 1-2 പ്രാവശ്യമായിട്ട് ചൂണ്ടലിട്ടിട്ടുള്ളൂ.
അപ്പോൾ ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ചൂണ്ടലെടുത്ത് ഇറങ്ങിയത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കൊന്നും കിട്ടിയില്ല. നമ്മൾ മൈദൊക്കെ കുഴച്ച് കുറേ ഇട്ട് നോക്കി, ഒരു രക്ഷയില്ല. എന്താ അറിയില്ല, തോട്ടിലൊക്കെ ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആദ്യത്തെ വെള്ളം ഒഴുകല്ലേ, അപ്പോൾ മീനൊന്നും വരാനായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒറ്റ മീൻ പോലും കൊത്തുന്നില്ല. ആകെ 1-2 മീനാണ് കൊത്തിയത്. അപ്പോൾ ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് പോകണമെന്ന്. മഴയാണ്, അപ്പോൾ വണ്ടി കയറിയിരുന്ന് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഈ ഞായറാഴ്ച എൻജോയ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ മഴ പെയ്തിട്ടോ, നല്ല ഗംഭീര മഴ. ഇത് തൊട്ടപ്പുറത്തേക്ക് ആ അങ്ങാടിയിലേക്ക് മഴ ഇല്ല, ഇവിടെ നല്ല മഴ. അതൊരു വല്ലാത്തൊരു അത്ഭുതമാണ്. അതെ, പഞ്ചായത്ത് ബേസ് ചെയ്തിട്ടാ മഴ പെയ്യണെന്നാ തോന്നുന്നത്. അപ്പൊ നമ്മളെ ചൂണ്ടലിടല് ഊറ്റിപ്പോയി. അപ്പൊ നമ്മൾ നേരെ ജഷീറിന്റെ വീട്ടിൽ വന്ന് കട്ടൻ ചായ മിച്ചറൊക്കെ അടിച്ചിട്ടോ. അതായിരിക്കും സുഖം. അപ്പൊ നമ്മുടെ മൂഞ്ചിയ ചൂണ്ടലിടലിന് ശേഷം ഞങ്ങൾ അവസാനം എത്തിപ്പെട്ടത് വൈലത്തൂര് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ ചെറിയ ഒരു പരിപാടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനെയാണ് തീർന്നത്. ഒരു ചൂണ്ടയിടലും ഒരു ചായ കുടിക്കലും ഒക്കെ കൂടി ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാണ് തീർന്നത്. അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ